Boche Gold and Diamonds. Buy now, pay later. ഒറ്റപ്പാലം നഗരത്തോട് ചേർന്ന് ഈസ്റ്റ് ഒറ്റപ്പാലത്തെ പുതിയ പാലം നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് മണ്ണിടിച്ചിലും വൻ ഗതാഗത കുരുക്കും. പഴയ പാലത്തിന്റെ കിഴക്ക് ഭാഗത്താണ് മണ്ണിടിഞ്ഞ ഒരു ഭാഗം മുഴുവൻ തകർന്നത്. ഈ സമയത്ത് തൊഴിലാളികൾ ആരും ഈ ഭാഗത്ത് ഇല്ലാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി. വാഹന ഗതാഗതം ഈ ഭാഗത്ത് ഒറ്റവരിയായി ക്രമീകരിച്ചതോടെ പാലക്കാട് കുളപ്പുള്ളി പാതയിൽ രൂക്ഷമായ ഗതാഗത കുരുക്കാണ് ഉണ്ടായത്. കുരുക്കിന് രാപ്പകൽ വ്യത്യാസമില്ല. വലിയ വാഹനങ്ങൾ വാണിയംകുളം കോതകുറിശി വരോട് മുരുക്കുംപറ്റ ലക്കിടി മംഗലം വഴി തിരിച്ചുവിടുകയാണ്. ഈസ്റ്റ് ഒറ്റപ്പാലം പഴയ പാലത്തിന്റെ അടുത്ത് തന്നെ പുതിയ പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം നടന്നു വരുന്നുണ്ട്. ഇതിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണെടുത്തിരുന്നു. ഇതിന് പിന്നാലെ ലോഡ് കയറ്റിയ വലിയ ചരക്കു വാഹനം ഇതുവഴി പോയതോടെ റോഡ് ഇടിയുകയായിരുന്നു. അടിഭാഗം കോൺക്രീറ്റ് ചെയ്താണ് സംരക്ഷണ ഭിത്തി കെട്ടുന്നത്. കഴിഞ്ഞ വർഷം മെയ്യിൽ പാലത്തിന്റെ പടിഞ്ഞാറ് വശം ഇടിഞ്ഞും അപകടാവസ്ഥ രൂപപ്പെട്ടിരുന്നു. തുടർന്ന് ദിവസങ്ങൾക്ക് ശേഷം ഈ ഭാഗം കോൺക്രീറ്റ് ചെയ്താണ് പ്രശ്നം പരിഹരിച്ചത്. കുപ്പിക്കഴുത്തായി മാറിയ ഈസ്റ്റ് ഒറ്റപ്പാലത്തിന് സമീപം റോഡിന്റെ ഒരു ഭാഗത്താണ് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് സുരക്ഷ ഒരുക്കിയിരുന്നത്. ഈ ഭാഗം ഉൾപ്പെടെ തകർന്നു വീണതോടെ ഏകദേശം റോഡിന്റെ മധ്യഭാഗത്തേക്ക് കയറ്റിയാണ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതോടെ ഒരു വശത്തു കൂടി മാത്രമേ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയൂ എന്ന സ്ഥിതിയായി. ഇതാണ് രൂക്ഷമായ ഗതാഗത കുരുക്കിന് ഇടയാക്കിയത്. കുരുക്കിൽപ്പെടുന്ന യാത്രക്കാരും പൊരിവെയിലിൽ ജോലി ചെയ്യുന്ന പോലീസുകാരും വലയുകയാണ്. ഇഴഞ്ഞു നീങ്ങുന്ന പാലം നിർമ്മാണം നഗരത്തിന് തീരാ തലവേദനയാണ് സമ്മാനിക്കുന്നത്. ഏകദേശം ഇതേ കാലയളവിൽ നിർമ്മാണം തുടങ്ങിയ തൂതയിലെ പുതിയ പാലത്തിലൂടെയും ചെറുപ്പുളശ്ശേരി കാക്കാത്തോട് പാലത്തിലൂടെയും എന്നേ വാഹനങ്ങൾ ഓടിത്തുടങ്ങി. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.